നമ്മുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ചിരിച്ചുകൊണ്ട് പോഡ്കാസ്റ്റ് തുടങ്ങണം എന്നൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ കുറെ നാളായി കാത്തിരിക്കുന്നു. ഒരു ആഴ്ചക്ക് ശേഷം പ്രീമിയർ ലീഗിൽ ജയിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് പ്രീമിയർ ലീഗ് ജയിക്കുന്ന ആദ്യത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. ആ ഒരു കാര്യം കൊണ്ട്, കാരണം നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തുടങ്ങിയ ശേഷം ഒരെണ്ണം ജയിച്ചിട്ടില്ല എന്ന്. അപ്പൊ ആ പ്രശ്നവും തീർന്നിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാം ശരിയാവും പറഞ്ഞ സുദീപിൽ നിന്ന് തുടങ്ങാം നമുക്ക്. എന്താ സുദീപ പറ? അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാരും ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ശരിയായി വരും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ശരിയായി വന്നു. എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്ന ഒരു ഫീലാണ് ആ മാച്ചിന്റെ. ആ ഒരു നമ്മളെ 2 ഗോൾ അടിച്ച് ജയിക്കുക, അതുപോലെ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുക, ആ പ്ലേയേഴ്സ് തമ്മിലുള്ള ആ ഒരു സിങ്കും ആ പാസിങ് പ്രസ്സിങ് എല്ലാം കൃത്യമായിട്ട് വന്നു തുടങ്ങി. മാത്രല്ല നമ്മൾ നോക്കുമ്പോ വേറൊരു കംഫർട്ടബിൾ ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ മാച്ചിന്റെ ആ ഒരു രീതി. ലോങ് ബോൾസിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളതൊക്കെ ഡീൽ ചെയ്തു. സെറ്റ് പീസുകൾ ഡീൽ ചെയ്തു, ലോങ് ത്രോസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഡീൽ ചെയ്തു. നമ്മുടെ ഇതിനു മുമ്പുള്ള മാച്ചിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു. അത് ഭയങ്കര രസമുള്ള സ്പെഷ്യൽ വിൻ. ഇനി ഈ ജയത്തിന്റെ ഒരു ഇതിലങ്ങോട്ട് പോകണം. മാത്രല്ല ഒരുപാട് നല്ല പെർഫോമൻസും ഉണ്ടായിരുന്നു. ഈ ഇൻഡിവിജ്വൽ പെർഫോമൻസും നല്ലതായിരുന്നു. ടീമിന്റെ മൊത്തത്തിലുള്ള ഒരു കോമ്പിനേഷൻസിന്റെ ഒപ്പം തന്നെ കുറച്ച് നമ്മള് ഇതിനു മുമ്പ് അങ്ങനെ ഫോമിലേക്ക് വരാത്ത കുറെ പ്ലേയേഴ്സ് നല്ല രീതിയിൽ ഫോമിലേക്ക് വരുന്ന അവസ്ഥയൊക്കെ നല്ല പോസിറ്റീവ് തന്നെയാണ്. ഇനി ഇതൊരു തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന തന്നെയാണ് തോന്നുന്നത്. എന്താ കഴിഞ്ഞ ദിവസം ഗണേശൊക്കെ പറഞ്ഞല്ലേ, ടീമൊക്കെ പ്രശ്നം, എന്താ ഇപ്പൊ തോന്നണേ, ഒക്കെ ശരിയായി വരുന്നില്ലേ? എന്താണ് ഫീലിംഗില്ലല്ലോ? പെർഫോമൻസ് വൈസ് ബെറ്റർ ആണ് ആക്ച്വലി. സോ ബട്ട് ഇതില് ഒരു ചെറിയൊരു സാധനം ഉള്ളത്, ന്യൂ പ്ലേയേഴ്സ് ഡിഡ്ന്റ് പ്ലേ ദിസ് ടൈം. അപ്പൊ നമ്മളിപ്പോ കളിച്ചത് മുഴുവൻ പഴയ പ്ലേയേഴ്സ് ആണ്, എക്സെപ്റ്റ് എക്കിറ്റിക്ക ടോപ്പ്. ആൻഡ് ദിസ് ഈസ് ഹിസ് വേഴ്സ്റ്റ് ഗെയിം. വേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ നോട്ട് ദാറ്റ് ബാഡ്, ബട്ട് ഹിസ് വേഴ്സ്റ്റ് ഗെയിം ഇൻ ലിവർപൂൾ. ഈവൻ സൗത്ത് ആംപ്ടൺ റെഡ് കിട്ടിയപ്പോൾ പോലും ഹി വാസ് ബെറ്റർ. സോ അതിലൊരു കോൺട്രഡിക്റ്റിംഗ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാകുന്നത്, ഈസ് ഇറ്റ് ബിക്കോസ് പ്ലേയേഴ്സ് ആർ സോ യൂസ് ടു ദാറ്റ് ഓൾഡ് വേ ദാറ്റ് ദേ പ്ലേ, ഇറ്റ്സ് കമ്മിങ് നാച്ചുറൽ ഫോർ ദം, പുതിയ ടാക്ടിക്സ് മനസ്സിലാവാനിട്ടാണോ? അപ്പോ ആ ഒരു ഡിഫറൻസസ് ഉണ്ടാവുമല്ലോ. സോ ഹൗ ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് വിൻ. ഒരു 2-0 സ്കോർ വരിക എന്ന് പറഞ്ഞ ഒരു ക്ലീൻ ഷീറ്റ്. We have not had a clean sheet for 10 games or something. And Robin പറഞ്ഞ പോയിന്റിനോട് ഓക്കെ, നമ്മൾ ഇത്രയും മാച്ച് തോറ്റത് കൊണ്ട് ഹി ചോസ് എ സേഫ് ഓപ്ഷൻ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ലീഗ് അടിച്ച ടീം ഓൾമോസ്റ്റ് അത് തന്നെ കളിച്ചു. ബട്ട് പ്രസിംഗ് വാസ് ബാക്ക്. ദ ഓവറോൾ പെർഫോമൻസ് വാസ് എ ലോട്ട് ബെറ്റർ. അതായത് ഈ ഫോർമേഷൻ മാത്രമല്ല, അതായത് ദ പ്ലേയേഴ്സ് ഹാഡ് പാഷൻ. നമ്മളെ മെക്കാലിസ്റ്ററിനെ കണ്ടു, മറ്റേ കോർണർ എക്സ്പ്രസീവ് ആയ നേച്ചർ. ആ സാധനം വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മൾ ലിവർപൂളിന് വേണ്ടി കളിക്കുമ്പോൾ ടാക്ടിക്കലി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും യു ഹാവ് ടു പ്ലേ ഫോർ ദ ബാച്ച്. ആ ഒരു എലിമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അറ്റ് ദ സെയിം ടൈം ദ ക്വസ്റ്റ്യൻ റിമെയിൻസ്, നമ്മൾ ഈ ട്രാൻസിഷൻ തൽക്കാലത്തേക്ക് റിസൾട്ട്സ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് റിസൾട്ട്സ് ഗെയിം. ആൻഡ് വേർഡ്സ് ആണെങ്കിലും ഇസാക്ക് ആണെങ്കിലും കെർക്കേസ് ആണെങ്കിലും ഹൂവർ ദ ന്യൂ പ്ലേയേഴ്സ്, എക്കിറ്റിക്ക ആണെങ്കിലും, ഇറ്റ്സ് മച്ച് ഈസിയർ ടു പ്ലേ ഇൻ എ വിന്നിംഗ് ടീം ഓർ എ കോൺഫിഡന്റ് ടീം റാദർ ദാൻ എല്ലാരും കൊണ്ട് ഒരു ടീമിൽ ഇട്ടിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. സോ നാച്ചുറലി ബിക്കോസ് വി വൺ ദിസ് വീക്കെൻഡ്, ഐ തിങ്ക് or next match we'll talk about it later, but we will have 1 or 2 editions and we'll build on this. അല്ലേ ഗണേഷ്? ഞാനത് പറയാൻ നിൽക്കായിരുന്നു. പ്ലേയേഴ്സിന്റെ ഇന്റൻഷനും ആ ഒരു ഫയറും അതാണ് മെയിൻ കാരണമായി തോന്നിയത്. സോ നമ്മള് ന്യൂ പ്ലേയേഴ്സ് വരുന്ന അഡാപ്റ്റ് ചെയ്യുന്ന സമയം നോക്കുന്നതിനെക്കാട്ടിലും റിസൾട്ട് ആയിരുന്നു മെയിൻ ആയിട്ട് വേണ്ടത്. പക്ഷെ അത് നല്ലൊരു പെർഫോമൻസിലൂടെ നമുക്ക് ആ റിസൾട്ട് കിട്ടി. പോരാത്തതിന് നമ്മുടെ സീനിയർ പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. സാധാരണ നമ്മള് ഡിഫൻസിൽ നിന്നാണ് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിംസ് ഒക്കെ. സോ അത് മിഡ്ഫീൽഡിൽ നിന്ന് നമ്മൾ ബാറ്റിൽസ് ജയിച്ചു തുടങ്ങി. സോ
അതൊരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ട പെർഫോമൻസ് റോബർട്ട്സന്റെ ആയിരുന്നു. നമ്മള് കെർക്കസിനെ അവിടെ കണ്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. സോ നമുക്ക് മനസ്സിലായി സീനിയർ പ്ലെയർ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്ന്. സോ റോബർട്ട്സൺ ആയിരുന്നു എന്റെ പ്ലെയർ ഓഫ് ദ മാച്ച്. നേരത്തെ പറഞ്ഞത് തന്നെ ഓൾഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ, പക്ഷെ വി വർ നോട്ട് വിത്ത് ഓൾഡ് സിസ്റ്റം, വി വർ വിത്ത് ന്യൂ സിസ്റ്റം വിത്ത് ഓൾഡ് പ്ലേയേഴ്സ്. ആക്ച്വലി നമ്മൾ ഇപ്പോഴും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തും 4-2-2 ആണ് ആക്ച്വലി, വിത്ത് എന്താ പറയാ സല മച്ച് 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 സെൻട്രൽ at the start of the game. അത് കഴിഞ്ഞിട്ട് ഗാക്പോ വാസ് നെവർ അറ്റ് ദ ലെഫ്റ്റ് വിങ് എന്ന് പറയാൻ മാത്രം, മോർ സെൻട്രൽ ബിഹൈൻഡ് എക്ടികെ. സോ വി സ്റ്റാർട്ടഡ് ഇൻ 4-2-2 ന്യൂ ടാക്ടിക്സ്, ബട്ട് ദ ടീം വാസ് ഓൾഡ്. എന്നുള്ളത് അറിയും. അതാണ് ഞാൻ പറഞ്ഞത്. Or is it because നമ്മൾ ഇത്രയും തോറ്റത് കൊണ്ട് he went with the players he trusted more? അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, should he have done this from the beginning of the season? Because with 2 new fullbacks, Frimpong and 2 new center forwards and 1 new number 10, പുള്ളി നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് സ്ലോട്ട് kind of jumped the gun too much, played all the new players and tried to make it work and didn't work. ഇത് ശരിക്കും ഒരു മാനേജ്മെന്റിന്റെ തെറ്റാണോ? കാരണം we could have done this from the beginning, no? സുദീപ് അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറയണത്, മറ്റേതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പുതിയ പ്ലേയേഴ്സിനെ വെച്ചും ചെയ്യാലോ, കാരണം പുതിയ സിസ്റ്റം ആണ്. പുതിയ സിസ്റ്റം ആകുമ്പോൾ പുതിയ പ്ലേയേഴ്സിനെ വെച്ച് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രല്ല, ഇതിലിപ്പോ കഴിഞ്ഞ ദിവസം വന്നൊരു വ്യത്യാസം, ഒരു വലിയ ഡിഫറൻസ്, ഒരേ സിസ്റ്റമാണ് കളിച്ചെങ്കിലും ആ ഹോൾഡ് ചെയ്യുന്നത് മറ്റേ നേരത്തെ റോബർട്ട്സൺ ബാക്കിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ കേർക്കസ് ബാക്കിൽ നിൽക്കുകയായിരുന്നു. ഇതിൽ നേരെ തിരിച്ച് മിഡ്ഫീൽഡേഴ്സ് ബാക്കിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലും വിങ് ബാക്സ് അല്ലെങ്കിൽ ഫുൾ ബാക്സ് കയറി പോകുന്ന രീതിയിലും, അപ്പൊ കൺട്രോൾ മിഡ്ഫീൽഡിലേക്ക് ആക്കി. മറ്റേത് മിഡ്ഫീൽഡിൽ ആരും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ അത് മാറ്റി, ഒരേ ഫോർമേഷൻ തന്നെ, സ്റ്റൈൽ തന്നെ, അതിൽ ചെറിയ വ്യത്യാസം വരുത്തി. പ്ലേസ് അത് തന്നെ വലിയ വ്യത്യാസം വന്നു. അതിപ്പോ ഈ റോബർട്ട്സൺ ആയതുകൊണ്ട് മാത്രമല്ല, ഇനിയിപ്പോ ആ റോബർട്ട്സിന്റെ ഭാഗത്ത് ഇതേ സിസ്റ്റത്തിൽ കെർക്കസ് കളിച്ചാലും ഇതുപോലെ കളിക്കാൻ പറ്റും കെർക്കസിന്, കാരണം ഫ്രീഡം കൊടുക്കുകയാണ് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ സിസ്റ്റത്തില് പഴയ പ്ലേയേഴ്സ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ കളിച്ചു തുടങ്ങുകയാണെങ്കിൽ പുതിയ പ്ലേയേഴ്സിന് വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് നന്നായിട്ട് നമ്മൾ ആ പുതിയ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ കളിച്ച് അതില് കംഫർട്ടബിൾ ആയി തുടങ്ങി പ്ലേയേഴ്സ്. ഞാനതാ പറഞ്ഞു, നമ്മള് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരുമ്പോ ഒരു ആദ്യത്തെ ഒരു ഇതിൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് നടന്നു വരില്ല. അത് പതുക്കെ ഇങ്ങനെ അതിന്റെ ഒരു സമയമുണ്ട്. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ നമ്മൾ പോകും. അത് അതാണ് എനിക്ക്. എന്താ പറയാ, പുതിയ പ്ലേയേഴ്സ് നേരത്തെ ക്രിസ് പറഞ്ഞിരുന്നല്ലോ, അതില് ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ദേ ആർ നോട്ട് യൂസ്ഡ് ടു PL. നമ്മൾ ആ ടൈം കൊടുക്കണല്ലോ. ദർ ആർ ടൂ മെനി ന്യൂ പ്ലേയേഴ്സ് and too many new things as well. Apom PL aanu, but he played an entirely different way, right? Kirkus as such, Kirkus മുന്നോട്ട് പോകണം, his natural game അതാണ് നമുക്കറിയാം. But he മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ when the entire team changed, he needs to know, right, where Gakpo moves. സ്ലോട്ട് വില്ലന്റെ മുന്നേ ഉള്ള ഗെയിമിൽ തന്നെ ക്രിസ്റ്റൽ പാലസിന്റെ റിവ്യൂ എങ്ങനെ പറയുന്നുണ്ടായിരുന്നു, they still are not in a sync. Kirkus മുന്നോട്ട് പോകുന്നു, Gakpo is not giving the ball, they are showing the videos and to make it more understandable. So ആ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ obviously അവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല. അപ്പൊ അവര് they are not at their 100%. എനിക്കൊരു ചോദ്യം, are we doing the Klopp way of slowly introducing the new players into the team? ഫെബിനിയോ വന്നിട്ട് എത്ര മാസം വെയിറ്റ് ചെയ്തെന്ന് അറിയാം. അതെ, പക്ഷെ അത് ക്ലോപ്പ് ഡിഡ് ഇറ്റ്, ബട്ട് ഐ തിങ്ക് മോസ്റ്റ് മാനേജേഴ്സ് വുഡ് ഡു ദാറ്റ്, അല്ലെ? നമ്മളിപ്പം അവിടെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വാലിഡ് ക്വസ്റ്റ്യൻ, ബിക്കോസ് ഇത്ര ന്യൂ പ്ലേയേഴ്സിനെ ഒറ്റയടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് ഒരു പാറ്റേൺ. We were not having luxury. McAllister was injured. Isaac fit alla nu paranjirunnu. So we had to play whoever was there.
യൂഷ്വലി സ്ലോട്ടിന്റെ ഓൺ ഇതിന് മുന്നേ രണ്ട് ക്ലബ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും whenever a person is back from injured, he at least give 1 more month. Match fit ആയി കഴിഞ്ഞാലും he takes another month for them to start a game. പക്ഷെ ഇപ്പം അത് നടക്കുന്നില്ല. ഫ്രിംപോങ് ഫിറ്റ് ആണ്, he plays the next game. ഇസാക്ക് ഫിറ്റ് ആണ്, he plays the next game. ഇതിൽ തന്നെ ഈ പോയിന്റിൽ തന്നെ ആണെങ്കിൽ ഇപ്പം ഈ we can actually ഇത് അനലൈസ് ചെയ്യാൻ കുറച്ചും കൂടി പറ്റുക ആഫ്റ്റർ ദ മെഡ്രിഡ് ആൻഡ് സിറ്റി ഗെയിം, ബിക്കോസ് ഇത് 1-off ആണോ അല്ലയോ, ബിക്കോസ് വി കാൻറ്റ് ബി ലൈക്ക് ഓക്കെ എവറിത്തിങ് ഇസ് സോൾവ്ഡ് ആൻഡ് വി ആർ ബാക്ക് ടു അവർ ബെസ്റ്റ്, ബിക്കോസ് ഞാൻ പറയട്ടെ കാരണം അതായത് Villa tried to play out from the back and both goals came from our press. How many do that against? First question. Second is long balls, corners, idokke try cheyidengilum it was not a game based on that. Villa opened the game for us. Likewise, Frankfurt opened the game for us. We won those games. So we will be, even Bournemouth game, they were open, conceded, but we won the game. So is this നമ്മളെ ടീമിന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ നിന്നാൽ നമ്മൾ ജയിക്കും. പക്ഷെ if they play a low block or what like Brentford did, long balls throw, നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ? ബട്ട് നെക്സ്റ്റ് മെഡ്രിഡും സിറ്റി ആയതുകൊണ്ട് ഐ ഡോണ്ട് നോ ഹൗ മച്ച് വി വിൽ സീ ദാറ്റ്. ബട്ട് ഐ തിങ്ക് ഇതൊരു കുറച്ചും കൂടി മാച്ചസ് കഴിഞ്ഞാലേ ഇതിന്റെ ഒരു വെദർ ഇസ് എ പെർമനന്റ് ചേഞ്ച് ഓർ വെദർ വി ജസ്റ്റ് ഇൻകൺസിസ്റ്റന്റ് ടീം ആണോ എന്നുള്ള മനസ്സിലാവുള്ളൂ. സുദീപ് എന്താ പറയണേ? അത് പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞത് അങ്ങനെയാണ്. ബോൺമത്ത് ഗെയിം ആയാലും അത് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് ഭയങ്കര ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മള് ഗോള് കൺസീഡ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പൊ വില്ലയുടെ അടുത്ത് നമ്മൾ അത്രയധികം ചാൻസ് നമ്മൾ കൺസീഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഷോട്ടുകൾ വന്നു, വേറെ അകലെ എന്നുള്ള ഷോട്ടുകളാണ്, അടുത്തുനിന്നുള്ള അങ്ങനെയുള്ള ഷോട്ടുകൾ അങ്ങനെ കൺസീഡ് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പൊ നമ്മള് അവിടെ ഒരു ആ കൺട്രോളിന്റെ രീതി നമ്മൾ മാറ്റിയത് കാരണം അവിടെ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് ഇനി ഈ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ലോങ് ബോൾ ടീംസ് വരുന്നവരെ നമുക്കിപ്പോ സിറ്റി ആയാലും ഈ പറഞ്ഞ റയൽ മാഡ്രിഡ് ആയാലും ഇപ്പൊ മാഡ്രിഡ് ഒക്കെ പൊസിഷൻ ബേസ്ഡ് ആണ്. അപ്പൊ അവരുടെ അടുത്ത് വർക്ക് ആയോന്ന് അറിയില്ല. പക്ഷെ അത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വരും. കോൺഫിഡൻസ് ഈ ലോങ് ബോൾസിന്റെ ഇതില് ഇപ്പൊ പറഞ്ഞല്ലോ ബ്രെൻഫോർഡിനെതിരെ എത്ര സെറ്റ് പീസ് ലോങ് ത്രോസ് വന്നു, നമുക്ക് എത്ര സെറ്റ് പീസുകൾ വന്നു. അതിൽ ഒരെണ്ണം നമ്മൾ ആദ്യം കൺസീഡ് ചെയ്തത്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തു കൃത്യമായിട്ട്. അപ്പൊ അതൊക്കെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും. കോൺഫിഡൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. നമുക്ക് ആ സ്ഥലത്തെത്തുമ്പോൾ ഒരു പരിഭ്രമം വരുന്നതുകൊണ്ടാണ് കൂടുതലും പ്രശ്നം വരുന്നത്. പക്ഷെ ഈ മാച്ച് 2-3 അങ്ങനെ ജയിച്ച് ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ഇതും കറക്റ്റ് ഇതിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം അങ്ങനെ പ്രശ്നം വരില്ല, ഇനി ആ ഒരു ഫ്ലോയിലേക്ക് പോകും. അതാണ് എന്താ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് നമ്മളിപ്പം എല്ലാം കവർ ചെയ്തു. എനിക്ക് ഒരു അപ്രിസിയേഷൻ പോസ്റ്റ് നമ്മളിത് ഇതിന് 2 പോഡ്കാസ്റ്റ് മുന്നേ നമ്മൾ അപ്രിസിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹൗ ഗുഡ് ഇസ് ഇറ്റ് ടു സീ എ ലിവർപൂൾ നമ്പർ 8 ഡ്രൈവിംഗ് ദ ഗെയിം. I think Szoboszlai മോശം സീസൺ ലൈക്ക് ലാസ്റ്റ് ഇത്രയാണെങ്കിലും there was not a game where we said Szoboszlai was bad. So I'd like to നമ്മളിപ്പം ഈ Szoboszlaiനെ സൈൻ ചെയ്തപ്പോ ഈ വേർഡ്സിനെ സൈൻ ചെയ്ത അതേ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ശരിക്കും കുറെ ലിവർപൂൾ ഫാൻസ് who watched him at Leipzig and whoever ബുണ്ടസ്ലീഗ കാണുന്ന ആൾക്കാർക്ക്. അപ്പോ I think it took him 1.5 years, but I think we are seeing the best version of Szoboszlai. And where does that leave words? Yeah. So I was about to go there itself. So നമ്മൾ ഡൊമിനിക് സോബോസ്ലൈ എന്ന് പറയുമ്പോൾ യൂഷ്വലി വി പിക്ചർ ഹിം ആസ് എ നമ്പർ 10 അറ്റാക്കിംഗ് കംപ്ലീറ്റ്ലി ഓൾ ഡ്രിവൺ. പക്ഷെ ഈ സീസൺ which is his best season for us and maybe for his career as well in terms of playing style, he is doing well because he's dropped deep. അപ്പം ഡൊമിനിക് സോബോസ്ലൈ അത്രക്കും എന്താ പറയാ, he picks up the ball from his own half or at least in the mid center line and then drives forward. ആ ഒരു ഫ്രീഡം ആണ് what is making him the best in what he is doing right now. So his issue, I mean words will never have an issue with Szoboszlai because they played at entirely 2 different halves. Where it will go would be probably Gakpo in some more like say അടുത്ത 3 മാസം 4 മാസം കൂടി കഴിയുമ്പോൾ, because words coming will definitely go for Gakpo's role.
Szoboszlai out and Szoboszlai is untouchable, which makes Gravenberch is also the similar ones. And then McAllister, if he gets back to what he is, ആ mid 3 തൊടാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ട് 2 വരികയാണെന്നുണ്ടെങ്കിൽ the only change that we can do here is Wirtz versus Gakpo. ഗ്രാവൻബർച്ചിനെ മെക്കാലിസ്റ്ററിനെ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഗ്രാവൻബർച്ചിന്റെ പെർഫോമൻസ് കുറച്ച് നമ്മൾ യൂഷ്വലി ഇന്ന് ഡിഫറെന്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏർലി റിലീസ് ഉണ്ടായിരുന്നു. ഹി വാസ് ക്ലിയർ അബൌട്ട് ഹിസ് ഐഡിയാസ് ആൻഡ് വ്യൂസ്. സാധാരണ എടുക്കുന്ന പോലെ ഈ സമയമെടുത്ത് ബോൾ ലൂസ് ചെയ്യുന്ന ആ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. പാസിങ് പെർഫെക്റ്റ് ആയിരുന്നു, എക്സ്ചേഞ്ച് ഓൾസോ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഗ്രാവൻബർച്ച് ചിലപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ മെക്കാലിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ് ആക്ച്വലി. ആ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. മുമ്പ് നമ്മൾ ഈ ഒരു പൊസിഷൻ സെൻസ് ഇല്ലാതെ ചിലപ്പോൾ എല്ലാവരും കയറിപ്പോവും, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആരും ബോൾ മേടിക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് എവിടെ നോക്കിയാലും ഓപ്ഷൻസ് ഉണ്ട് പാസ് ചെയ്യാനായിട്ട്. നമുക്ക് തിരിച്ച് ഗോൾ കീപ്പർ വരെ പോകേണ്ട ആവശ്യമില്ല. മിഡ്ഫീൽഡിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. സോ ആ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. അത് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സോ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോഴേ ഒരു നമുക്ക് സലയുടെ കാര്യം പറയാൻ പറ്റില്ല. കാരണം സലയെ കുറിച്ച് നമ്മള് ഞാൻ തന്നെ കഴിഞ്ഞതിലൊക്കെ ക്രിറ്റിസിസം പറഞ്ഞിരുന്നു. സല ഏജ്ഡ് ആണോ, ഫോം ഔട്ട് ആയതിന്റെ പ്രശ്നമാണോ. പക്ഷെ സല ഈ പുതിയ സിസ്റ്റത്തില് ഒരു പുതിയ അപ്രോച്ചില് സല എത്തിക്കഴിഞ്ഞു. സല ഇതിപ്പോ 250 ഗോളായില്ലേ ആകെ ഇതില്. പുള്ളി ഫുട്ബോളില് സലയുടെ 250 ഗോൾസ് ആയി. മാത്രമല്ല കഴിഞ്ഞ കളിയില് സല പഴയൊരു സല തിരിച്ചു വന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഡ്രിബിളിംഗ് ഒക്കെ എത്ര പ്ലേസിന് ഡ്രിബിൾ ചെയ്യുന്നതില്, ഫൗള് വിൻ ചെയ്യുന്നതിലായാലും, സലക്കെതിരെ ഫൗൾ ചെയ്ത ഫൗള് കൊടുക്കാത്തതിലും എല്ലാം. പിന്നെ പാസിങ് കുറെ കൂടി നല്ല രീതിയിൽ പാസ് ചെയ്യണം. മാത്രമല്ല കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ ഒരു പ്രശ്നം, ട്രെൻഡ് ആയിട്ടുള്ള നല്ല കോമ്പിനേഷൻസ് അത് മിസ് ചെയ്യണമെന്ന് പറയും. പക്ഷെ ബ്രാഡ്ലി ആയിട്ട് ഇപ്പൊ നല്ല രസമായിട്ട് കഴിഞ്ഞ മാച്ചിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു അവർ തമ്മില്. ബ്രാഡ്ലി ആയിട്ട്, സൊബോസ്ലെ ആയിട്ട്. അപ്പൊ തിരിച്ച് സല വീണ്ടും ആ ഒരു ഫോമിലേക്കും അല്ലെങ്കിൽ നല്ല ഇതിലേക്ക് വരുന്നൊരു കാര്യം നല്ല പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വേറെ ആരെങ്കിലും പെർഫോമൻസ് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നോ? വേറെ നല്ല മെക്കാലിസ്റ്റർ ബെസ്റ്റ് ഗെയിം ദിസ് സീസൺ. ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതായത് വെൻ Firmino plays well, we play well, or something like that. I think if McAllister plays well, Liverpool play well. അതായത് മെക്കാലിസ്റ്റർ ആ ഗ്ലൂ ആണ്. അവിടുന്ന് ബോൾ ഫാസ്റ്റ് മറ്റേ സൈഡ് മാറ്റുന്നതുമായിരുന്നു. ഓവറോൾ I think Szoboszlai, Gravenberch and McAllister, these 3 players should play every game or most games. I'm sorry for Curtis, but ഈ 3 players ഫോമിലാണ് കളിക്കുന്നു എന്നുണ്ടെങ്കിൽ I think that should be our priority, not shoehorning Wirtz. കാരണം വേർഡ്സ് ആണെങ്കിലും Szoboszlai, both of them can play as, you know, 4-2-2-2, both of them can play there. ഓബൻ പറഞ്ഞ പോലെ ഗാക്പോന് പകരം with Isak Ekitike or Salah Ekitike up front. I think ഈ 3 players were the foundation. Okay, everybody will say Van Dijkum, Salah കോളടിച്ചു, Van Dijk was immense, but I think that midfield, Szoboszlai, Gravenberch, McAllister midfield was the cornerstone of our season last year. ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം വേർഡ്സിന്റെ കാര്യത്തിൽ. വേർഡ്സ് ഇന്നലെ വന്ന് കളിച്ച പൊസിഷൻ കണ്ടു. He was playing more like a false 9 or somewhere there. We took off striker. അതും കൂടി I think maybe because I don't think so far from what we've seen, ഇപ്പൊ Szoboszlai 10 കളിക്കുമ്പോ അല്ലെങ്കിൽ 8 കളിക്കുമ്പോ ഉള്ള ഫിസിക്കൽ പ്രസൻസ് വേർഡ്സിന് തരാൻ പറ്റില്ല. Either he has to play on the wing as of now, or less defensive duty ഉള്ള ഒരു പൊസിഷൻ പുള്ളിക്ക് വേണ്ടി ക്യൂറേറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അവിടെ കളിക്കാനും സാധ്യതയുണ്ട്. സോ ഐ തിങ്ക് വി ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ് ഇൻ ദി ഫ്യൂച്ചർ. ഐ തിങ്ക് വേർഡ്സിന്റെ കാര്യത്തിൽ പാവം എല്ലാരും കൂടി അവനെ നമ്മളും കൂടി അതിലേക്ക് പോകണ്ട. എനിത്തിങ് എൽസ് അബൌട്ട് ദ ഗെയിം? നമ്മുടെ ഗോൾ കീപ്പറെ കുറിച്ച് എന്താ ക്ലീൻ ഷീറ്റ്? Cashന്റെ സേവ് ഉണ്ടായിരുന്നു, ഡിഫ്ലെക്റ്റഡ് സേവ്. That was the moment of the match. Nice save ആയിരുന്നു. പുള്ളിയുടെ early releasing also was very good. He releases very well. ആ throws ആണെങ്കിലും I'm happy with Mama, but again ഈ പറഞ്ഞ പോലെ
when Van Dijk, Salah, Szoboszlai, McAllister, Gravenberch, അതാണ് നമ്മുടെ ടീം, the heart of our team, and they are confident and playing well. ഈ പറഞ്ഞ എക്കിറ്റിക്കയും ഈ പറഞ്ഞ എല്ലാവരും നന്നായി കളിക്കും. സോ ഐ തിങ്ക് വി ഹാവ് ടു ബിൽഡ് ആ സ്ലോട്ടിന്. തെറ്റിപ്പോയോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ പ്രോബബ്ലി ബിക്കോസ് അവൈലബിലിറ്റി, ഇസാക്കിന്റെ ട്രാൻസ്ഫേഴ്സ് ആകുക, McAllister not being fit, Frimpong being injured most of the time. Maybe he was forced to do it, and I think his selection midweek was also justified. അല്ലേ ഇപ്പൊ ഓവറോൾ നോക്കുമ്പോ? അതെ. ഡെഫിനറ്റ്ലി ഞാൻ അന്ന് പറഞ്ഞല്ലോ, അത് ഈ PL മാച്ച് നോക്കിയിട്ടാണ് അങ്ങനെ ടീം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇഞ്ചുറീസിന്റെ പ്രശ്നമോ അതൊക്കെയാണ്. കാരണം എനിവേ വി വിൽ മൂവ് ഓൺ ടു അതർ ഗെയിംസ്. അതിന് നമ്മളെ മെഡ്രിഡ് ഗെയിം ഉണ്ട്. മെഡ്രിഡ് ഗെയിമിനെ കുറിച്ച് നമ്മൾ പ്രിവ്യൂ ചെയ്യുന്നതാണ്. അതിന് മുമ്പ് അതെ, we will look into other games. കണ്ടിരുന്നു ഏതെങ്കിലും മാച്ച്? I'll start with Chelsea. Spurs 3 point lane എന്ന് പറഞ്ഞ പോലെ പോയി. Spurs 3 point lane മാത്രമല്ല, അല്ല ബാഡ് മെസ്സേജസ് കമ്മിങ്, അല്ല എന്തോ ഒരു പ്രശ്നം. ബട്ട് they have points on board. They are playing good football once in a while, but players are not happy with Frank. Fans are not happy with Frank. I don't know what is going on. ഞാൻ സ്റ്റാറ്റ്സ് വെച്ച് തുടങ്ങാം. ആക്ച്വലി വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഫോർ ദാറ്റ് മാറ്റർ. ഒറ്റ 2012-13 സീസണിൽ ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രം ദാറ്റ് സീസൺ ടിൽ നൗ Spurs yesterday was the worst ever XG. 3 shots on target, 3 shots overall in the game, 1 on target. ഇതാണ് Spurs game yesterday. സ്പേഴ്സിനും നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോ വേർഡ്സ് എന്ന് പറയുന്നില്ലേ, ആ സെയിം ഇഷ്യൂ സ്പേഴ്സിനും ആക്ച്വലി സീസണിലുണ്ട് വിത്ത് സാവി സിമൻസ്. സാവി സ്റ്റാർട്ട് ദ ഗെയിം, ബർഗ്വാൾ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, ബട്ട് ഇഞ്ചുറി ഫോഴ്സ്ഡ് ഗെയിം. 7-ാം മിനിറ്റ് 8-ാം മിനിറ്റിലെങ്ങാനും തിരിച്ചു വന്നിട്ടുണ്ട്. സാവി ഗെറ്റ്സ് ദ ബോൾ, ഹി മൂവ്സ് ഫോർവേഡ്, ആരെങ്കിലും വന്ന് ഇങ്ങനെ തട്ടുന്നു, തെറിച്ചു പോകുന്നു. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. ദിസ് ഇസ് ഹാപ്പനിങ് നൗ ഇൻ എന്താ പറയാ ബുണ്ടസ് ലീഗ് എന്ന് വരുന്ന എല്ലാവരും എക്സെപ്റ്റ് മേ ബി സോബോസ്ലൈ ഇല്ലെങ്കിൽ ഗുണ്ടോ ആൻഡ് മേ ബി മോർ ഫിസിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലാത്ത എല്ലാവർക്കും ദേ ആർ ജസ്റ്റ് ബീങ് പുഷ്ഡ് ഓവർ. അവിടെ ടെക്നിക്കൽ എബിലിറ്റി വെച്ചിട്ട് സക്സസ് ആയാലും ഇവിടെ എത്തുമ്പോൾ ടെക്നിക്കൽ പ്ലസ് ഫിസിക്കൽ എന്നുള്ള അവസ്ഥ വരുന്നുണ്ട്. സോ മേ ബി ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഹി വുഡ് നീഡ് ടു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ he is having too many injuries to deal with. Correct. Chelsea I think Chelsea നമ്മുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് തോറ്റു കഴിഞ്ഞാൽ അടുപ്പിച്ച് ജയിക്കും എന്തുകൊണ്ട്? ചെൽസി is like up and down. നമ്മള് ചെൽസി ജയിക്കുന്നതായിരിക്കും ചെൽസി തോക്കും, ചെൽസി തോൽക്കുന്നതായിരിക്കും ചെൽസി ജയിക്കും. അങ്ങനെയാണ് ചെൽസിയുടെ പോക്ക്. ഇത് തന്നെയാ സ്പേഴ്സ് ജയിക്കുന്നതായിരിക്കും സ്പേഴ്സ് തോക്കും, സ്പേഴ്സ് തോക്കുന്നതായിരിക്കും സ്പേഴ്സ് ജയിക്കും. അവര് നല്ല മാച്ചിങ് ആണ്. ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സൂപ്പർ ഗ്രൂ എന്ന് പറയുന്ന പ്രഡിക്ഷൻ. അതെ, ആ പ്രഡിക്ഷൻ ആപ്പിൽ ഇങ്ങനെ ഞങ്ങള് പ്രഡിക്ഷൻ നടത്തി കളിക്കാറുണ്ട്. അതില് മിക്കവാറും സ്പേഴ്സിന്റെയും ചെൽസിയുടെ പ്രഡിക്ഷൻ ഒക്കെ തെറ്റിപ്പോകും. അങ്ങനെ ഉണ്ടാവണം. പിന്നെ ആ സ്പേഴ്സ് മാച്ചിൽ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. കാരണം ഈ വാൻഡവനും ജെഡ് സ്പെൻസും ആളെ മറ്റേ തോമസ് ഫ്രാങ്കിനെ മീറ്റ് ചെയ്യാതെ വാക്കൗട്ട് ചെയ്യുന്ന പോകുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. മേ ബി പ്ലേയേഴ്സിനായിട്ട് ഫോളോ ഔട്ട് ചെയ്ത ഒരു ഇതും ആവാം ഈ ഒരു പെർഫോമൻസ് ഡൗൺ ആവാനുള്ള ഒരു കാരണം. മേ ബി അവര് സ്റ്റാർട്ട് ചെയ്തത് ബെറ്റർ ആയിരുന്നു. ഫ്രാങ്കിന്റെ പ്ലേയേഴ്സ് വേണം തോന്നുന്നു അല്ലെ. പുള്ളി അങ്ങനെ ഒരു സ്മെല്ല് ഒരു ടീം ബിൽഡ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴും. പുള്ളിയുടെ ഒരു വൈബുള്ള ആൾക്കാരെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എനിവേ യുണൈറ്റഡ് പറഞ്ഞേ, യുണൈറ്റഡിന്റെ ഗണേഷ് തുടങ്ങട്ടെ. ഗണേഷ് ആണ് ആക്ച്വലി പ്രെഡിക്റ്റഡ് ഇറ്റ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് വിത്ത് മോർഗൻ ഗിബ്സ് വൈറ്റ് ആൻഡ് ദ ഇന്റൻസിറ്റി. ഞാൻ ആംഗയുടെ കോച്ചിങ്ങിൽ കളി കണ്ടപ്പോ ആളിങ്ങനെ ലേസി ആയിട്ട് നടക്കും. നമുക്ക് ലേസി ആയിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് കണ്ടാൽ തന്നെ വെറുപ്പാണ്. കാരണം ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്. സോ അയാൾ ഇങ്ങനെ വർക്ക് ചെയ്യാതെ കളിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് തന്നെ മനസ്സിലാവും ആൾക്ക് കൊടുത്ത ഡ്യൂട്ടീസ് അയാളുടെ ടാലൻസിനെ മാച്ച് ചെയ്യാത്തതായിരിക്കുന്നത്. സോ അത് ഈ ഷോൺ ഡൈസ് എന്ന് പറഞ്ഞ ഒരു മാനേജർ വരുമ്പോൾ നമുക്കറിയാം മൂപ്പര് ട്രെയിനിങ്ങിൽ ഇട്ട് ഓടിക്കും, ഉറപ്പാണ്. അപ്പോൾ ഹി ആസ്ക് ഫോർ 200% ഫ്രം ഈച്ച് ആൻഡ് എവറി പ്ലെയർ. സോ അത് നമുക്ക് ഈ മാതിരി ഒരു ലേസിനെസ് ഉള്ള പ്ലെയറിനെ എന്തായാലും അത് ആക്ടിവേറ്റ് ചെയ്യും, ഉറപ്പാണ്.
സോ ആളുടെ കളി കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ലോണം വർക്ക് ചെയ്യുമെന്ന്. സോ അത് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. മോർഗൻ ഗിബ്സുമായിട്ട് കളിച്ചാലേ അവര് ജയിക്കുള്ളൂ. ജയിക്കായിരുന്നു ആക്ച്വലി. United did play well actually. Result 2-2 ആയിരുന്നെങ്കിലും അതെ എന്താ പറയാ, they fall back എന്നുള്ള അവസ്ഥ ഒന്നും വരുന്നില്ല. They can continue the momentum with this. എനിവേ നല്ല ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരുന്നു കേട്ടോ. 1-0 ഫസ്റ്റ് ഹാഫിൽ 1-0 ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ 2 ഗോള്. അപ്പൊ തന്നെ നമ്മൾ വേഗം മാച്ചിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കും. യുണൈറ്റഡ് ഫാൻസ് എന്തൊക്കെയാണെന്ന്. പക്ഷെ അവസാനം അവര് 2-2 ഡ്രോ പിടിച്ചങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നുള്ളത്. എന്തായാലും നോട്ടിംഗ്ഹാം ബാക്ക്. ഹാലൻഡിന്റെ അവസ്ഥ അതെ, റെക്കോർഡ് ആളുടെ റെക്കോർഡ് തന്നെ ആളെ തകർക്കാൻ പോവാണ്. ഹാലൻഡ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാ. അത് മാത്രല്ല ടീമിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ കൂടി ഗോൾ അടിച്ചു അല്ലെ. മറ്റേത് ഹാലൻഡ് അല്ല, അത് ഫോറിയില് ഒരു ഗോള് അല്ലെ, ഇതിനു മുമ്പ് ഗോൾ അടിച്ചിട്ടില്ല. ഗോളടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഹാലൻഡ് ബെസ്റ്റ് സീസൺ ആയിരിക്കും. മാത്രമല്ല ഇപ്പൊ 100 ഗോളിന്റെ അടുത്ത് ആവാറായി പ്രീമിയർ ലീഗില്. ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഹാലൻഡ് ഇപ്പൊ വെറും ഒരു ഹീസ് മച്ച് മോർ ഇൻവോൾവ് ഇൻ ദ ഗെയിം ദാൻ ബിഫോർ. പുള്ളി അവിടെ ടാർഗറ്റ്മാൻ മാത്രമല്ല, ഹീസ് ലിങ്കിങ് അപ്പ്, ഹീസ് കമിങ് ഷോട്ട്. പെറ്റിൻ ലിൻഡേഴ്സിന്റെ പോലെ ഒരാള് വന്ന കാരണം അൺലോക്ക് ചെയ്യാൻ പറ്റിയത്. ശരിക്ക് കഴിഞ്ഞ സീസണിലെ ഗാർഡിയോളയ്ക്ക് ഹാലൻഡിനെ അൺലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് അറിയാം കുറെ മാച്ചസ്. ന്യൂനസിനെ അൺലോക്ക് ചെയ്തു. ന്യൂനസ് ഫിനിഷിംഗ് മാത്രമായിരുന്നു പ്രശ്നം. ന്യൂനസ് ഫുൾ ചാൻസ് ക്രിയേഷൻ. അതന്നെ ഹാലൻഡിന്റെ ഫിനിഷിങ് അറിയാലോ. പക്ഷെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പെപ്യൻ ചെയ്ത പണി. ആ പെപ്യന്റെ കഴിവ് നമുക്കത് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കുറച്ചൊക്കെ നമുക്ക് ശരിയാണ്. എന്നാലും എനിവേ സിറ്റി ബോൺമത്തിന്റെ ഒരു പേർപ്പിൾ പാച്ച്. ബോൺമത്ത് വേ ടു ഓപ്പൺ, അതാണ് പ്രശ്നം. ബോൺമത്ത് വാട്ട് എവർ നമ്മൾ ഈ ഒരു അവര് ടാക്ടിക്കലി വേ ബെറ്റർ ദാൻ ബിഫോർ ഒക്കെ പറഞ്ഞെങ്കിലും വേ ടു ഓപ്പൺ. ആൻഡ് ഐ തിങ്ക് they will win most against lesser sides, but again top sides they may score goals, but I think they will lose. They can't defense അത്ര മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഡിഫൻസ് മാച്ച് ചെയ്യാൻ പറ്റാത്തതിന് എനിക്ക് ഇന്ന് തോന്നിയത് അവര് അത്ര അഗ്രസീവ് ആയില്ല പ്രസ്സിംഗ് ഒന്നും. ഞാൻ ആ തുടക്കം തന്നെ 45 സെക്കൻഡിൽ ഒരു ഗോൾ അത് ഓഫ് സൈഡ് ഒക്കെ ആയിപ്പോയി. ആ ഒരു ഇന്റൻസിറ്റി മാച്ച് തുടങ്ങിയപ്പോഴുള്ള ഇന്റൻസിറ്റി ബോൺമത്തിന് ഉണ്ടായിരുന്നില്ല. അതാണ് പറ്റിപ്പോയത്. അവർക്ക് ചെയ്യായിരുന്നു, നന്നായിട്ട് പ്രസ് ചെയ്ത് മാച്ച് അവരുടെ അതിലാക്കായിരുന്നു. പക്ഷെ ആ രീതിയിൽ അവർ അത്ര കുറച്ചധികം റെസ്പെക്ട് കൊടുത്ത പോലെ തോന്നി സിറ്റിക്ക്. അതാണ് സംഭവിച്ചത്. ഡിഫൻസ് അവര് ഹൈലൈൻ അവര് സിറ്റി ബ്രേക്ക് ചെയ്താണ്. ഗോളുകൾ രണ്ടും വന്നത് അങ്ങനെയായിരുന്നു. ഹൈലൈൻ ബ്രേക്ക് ചെയ്ത് വന്നതാണ്. ഡിഫൻസിനെ മുഴുവൻ അങ്ങനെ പ്രശ്നം പറയാനുള്ള ഒരു ഇതായിട്ട് തോന്നിയില്ല. വേറൊരു മാച്ച് നമുക്ക് ടേബിൾ ടോപ്പേഴ്സ് is actually there, you know, a set piece goal, a clean sheet, Arsenal Arteta template. A good game actually. They are doing very well in what they do best. അതെ ആ ഡിഫൻസ് കണ്ടിന്യൂസ് ആയിട്ട് എത്ര ക്ലീൻ ഷീറ്റ് ആയില്ലേ. ജയിക്കുക ക്ലീൻ ഷീറ്റ്. ഞാനിപ്പോ കഴിഞ്ഞ ഇതില് പറഞ്ഞോളൂ, FPL 2 ഡിഫൻഡേഴ്സ് ആയി ആഴ്സണലിന്റെ. 3 ഡിഫൻഡേഴ്സിന് ഇട്ടാലോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് അവര് കൺസിസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അവർക്കാണെങ്കിലും സ്കോറിംഗും അസിസ്റ്റും കൂടി പോയിന്റ്സും കിട്ടും. ക്ലീൻ ഷീറ്റ് മാത്രമല്ല, സെറ്റ് പീസ് ആയതുകൊണ്ട്. അതായത് ഗോൾ കീപ്പർ ഒഴികെ ബാക്കി എല്ലാരും ഈ അസിസ്റ്റ് ഗോൾസിൽ ഇൻവോൾവ് ആണ്. അതെ. എന്തായാലും ആ ആർട്ടറ്റയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മള് ചില ഈ ലോങ് ബോൾ കളിക്കുന്ന, അപ്പൊ ബേൺലി ഒക്കെ ലോങ് ബോളിന്റെ ടീമാണ്. അങ്ങനെയുള്ള ടീമിനെയൊക്കെ തോൽപ്പിക്കണമെങ്കിൽ ഇതുപോലെ ഒരു സെറ്റ് പീസ് ഒക്കെ വന്ന് ആ സെറ്റ് പീസ് ഗോൾ അടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് ആർട്ടേറ്റന്റെ ഒരു ആർട്ട് തന്നെയാണ്. അയാൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് കാരണമാണ് അവർ ആ കൺസിസ്റ്റന്റ് റണ്ണിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ല, ഈ ലോങ് ബോൾസ് അല്ലാത്ത ടീംസിന്റെ അടുത്ത് വരുമ്പോ അവിടെയും ഈ സെറ്റ് പീസ് ഗുണം ചെയ്യും. കാരണം സെറ്റ് പീസിന് അങ്ങനെയില്ല. സെറ്റ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെതിരെ വേണമെങ്കിലും അത് ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആക്കി മാറ്റാൻ. അതാണ് ആർട്ടേറ്റന്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എനിവേ
വേറെ മാച്ച് നമുക്ക് നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം എനിക്ക് തോന്നിയത് ഒരു പ്രീമിയർ ലീഗ് സാക്കിങ് അല്ലെ, വുൾസിന്റെ മാനേജർ. അതാണ് നമ്മൾ വുൾസിനെ കുറിച്ച് പറയാറുണ്ട്. വുൾസ് മറ്റേ റെലഗേഷൻ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുകയാണെന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പോ എന്താണ് സാക്കിങ്ങും മാനേജറും പുതിയ മാനേജർ വരുന്നതും ഒക്കെ. അവര് പ്ലേയേഴ്സിനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് യൂഷ്വലി അവര് മറ്റേ പോർച്ചുഗൽ ആ സൈഡിൽ നിന്ന് പ്ലേയേഴ്സിനെ മേടിക്കുന്നതിനെക്കാട്ടിലും ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സ് ആയിരുന്നു ഇപ്രാവശ്യം മേടിച്ച് അത് ടീം സെറ്റ് ആയിക്കൊണ്ട് വരികയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കളി വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്തം കുന്തം ഇല്ലാത്ത കളിയാണ്. സോ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ ഈയിടെ വായിക്കുണ്ടായി ഗാരിയോനിയിൽ തിരിച്ച് ക്ലബിലോട്ട് തന്നെ വരാൻ സാധ്യതയുണ്ടെന്നാ പറയണേ. വേറെ ചാൻസ് റോബ് എഡ്വേർഡ്സും മൈക്കിൾ കാരിക്കും ആണ്. സോ ഇവരൊക്കെയാണ് കണ്ടന്റേഴ്സ്. എന്തായാലും അവര് മാറി തുടങ്ങി, എന്താ പറയാ, അടുത്ത ആള് നോക്കി തുടങ്ങി. എന്തായാലും ആർസണൽ ക്രൂസിംഗ് ടു ടൈറ്റിൽ എന്ന് പറഞ്ഞപ്പോ ക്രിസ്ത്യന് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്ന് ഇറങ്ങിപ്പോയി. എന്താന്നറിയില്ല, നമുക്ക് നോക്കാം. എനിവേ നമുക്ക് അടുത്ത നമ്മുടെ മാച്ചിന്റെ അതിലേക്ക് വരാം അല്ലേ. അതിന് മുന്നേ ആക്ച്വലി ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു സർപ്രൈസിംഗ് വിൻ ആക്ച്വലി ഫ്രം ദിസ് ഓൾ ദിസ് വെസ്റ്റ് ഹാം വിന്നിംഗ്. ആരും പ്രെഡിക്ട് ചെയ്തിട്ടില്ല, കൺസിഡറിങ് അവരെ ഫോം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ nobody thought that they would win. അത് നല്ലൊരു ഗെയിം ആയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു 3-1 എന്ന് പറഞ്ഞ വലിയ സ്കോറിന് തന്നെ ജയിക്കുക. എന്താണ് അങ്ങനെ ഞാൻ ആ മാച്ച് ഞാൻ മാച്ച് കണ്ടിരിക്കുകയായിരുന്നു. നല്ല ഗെയിമൊക്കെ ആയിരുന്നു. അവര് സംഭവം ഗോൾ അടിച്ചു, ശരി, അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലായിരുന്നു അവരും മൂവ് ചെയ്തത്. സോ അത് അവസാനം വരെ പിടിച്ചു നിന്നു. പിന്നെ നമുക്കറിയാലോ 2-1 ഈ ഇഞ്ചുറി ടൈമിൽ നിൽക്കുമ്പോൾ എന്തായാലും ന്യൂകാസിലെ എല്ലാ പ്ലേയേഴ്സും അറ്റാക്കിംഗ് സൈഡിൽ എത്തും. സോ അവിടുന്ന് ഒരു ഡിഫൻസീവ് ക്ലിയറൻസ് ബോവനിലേക്ക് കിട്ടി. സോ അത് അങ്ങനെ അവര് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അത് ഗോളാക്കി മാറ്റി. സോ അങ്ങനെയാണ് 3-1 ഒന്നും വന്നതില്ല. അത് ഡോമിനേറ്റ് ചെയ്തിട്ട് 3-1 ഒന്നും ആയിട്ടില്ല. അവര് ഡിഫെൻഡ് ചെയ്തു. നല്ല ഗെയിം ആയിരുന്നു ആക്ച്വലി കാണാൻ. വെസ്റ്റ് ഹാം വിന്നിംഗ് വാസ് ആക്ച്വലി റിഫ്രഷിംഗ് ആസ് വെൽ. എന്റെ എന്തോ ടെക്നിക്കൽ ഇതുണ്ട്, ഇത് വന്നു. സുദീപിന്റെ അവിടുന്ന് വിമാനം പോകുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ സൈഡ് ശരിയായപ്പോ ഇന്ത്യ ടെക്നിക്കൽ സൈഡ് ബുദ്ധിമുട്ടായില്ലേ. നമ്മളാകെ ശരിയായി. ഇപ്പൊ ഓക്കെ ആയോ? സോ ഈ റൗണ്ട് അപ്പ് കഴിഞ്ഞല്ലേ, നമുക്ക് ഇനി നെക്സ്റ്റ് ഗെയിം വെസ്റ്റ് ഹാമിന്റെ കാര്യം പറഞ്ഞിരുന്നോ? വെസ്റ്റ് ഹാമിന്റെ കാര്യം പറഞ്ഞോ? Okay, then we'll move on to the big game, Real Madrid. എംബാപ്പെ വേഴ്സസ് ബ്രാഡ്ലി. എംബാപ്പയ്ക്ക് രാത്രി ഉറങ്ങുമ്പോ ബ്രാഡ്ലി ഉറങ്ങുമ്പോഴെന്നാ പറയുന്നത്. റയൽ മാഡ്രിഡ് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് തിങ്, വിൽ ട്രെൻഡ് കം ബാക്ക്? കാരണം കഴിഞ്ഞ 2 കളിയായിട്ട് ട്രെൻഡ് ഇസ് നോട്ട് പ്ലേയിങ്. ബെഞ്ചിലുണ്ട്, ഹി ഈസ് നോട്ട് സ്റ്റാർട്ടിങ്. അപ്പം അതിന്റെ ഒരു റീസൺ ആക്ച്വലി അതിന്റെ ഒരു റീസൺ സാബി പറഞ്ഞത് എന്താ വെച്ചാൽ വാൽവേർഡെ ആണ് ഇപ്പൊ റൈറ്റ് ബാക്ക് ആൻഡ് ദേ വാണ്ട് ഹിസ് എനർജി സംവെയർ. ആ ഒരു നല്ല കാര്യമാണ് ട്രെൻഡിന്റെ കാര്യം പറഞ്ഞ പോയൊരു പോയി വെറുതെ ഒരു പോയൊരു പോയി. പക്ഷെ വരുമ്പോ എങ്ങനെ ഉണ്ടാവും? ആൻഫീൽഡ്, ഹൗ വിൽ ആൻഫീൽഡ് ട്രീറ്റ്? നല്ലോ ട്രെൻഡ് പറഞ്ഞു, ഇന്റർവ്യൂല് പറഞ്ഞു, അതില് ഒരു കോട്ട് കണ്ടു. ഞാൻ തിരിച്ചു വരുമ്പോ എനിക്ക് ഇത്ര നേരത്തെ തിരിച്ചു വരുന്ന അറിയില്ലായിരുന്നു. ഞാൻ എന്റെ മറ്റേ ലിവർപൂളിലെ കൊണാട്ടിയും ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പ് ചാറ്റില് റയലിനെ അവര് പിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഡ്രോ വന്നു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ ചിരിച്ചു, കുറെ ചിരിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല എന്നിട്ട് പറയാം, അവസാനം പറയണ ഞാൻ ലിവർപൂളിൽ വന്ന് ആൻഫീൽഡിൽ വന്ന് ഞാൻ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ട്രെൻഡ് ഇവിടെ ഗോൾ അടിക്കാണെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. Okay, we will discuss that. Are we missing trend? No. Creative brilliance, yes. A pass, nobody can give that pass. But overall, I don't think so. Okay, അപ്പൊ ആ ടോപ്പിക് ക്ലോസ് ചെയ്തു. ആ ടോപ്പിക്കിൽ ആക്ച്വലി കൊഴിപ്പിക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടായിരുന്നു. റോബർട്ട്സ് നമുക്ക് ലെഫ്റ്റ് ബാക്ക് ആക്കണമായിരുന്നു. They are friends thick and through. But അവര് ഒരാൾ റൈറ്റ് ബാക്ക് ഒരാൾ ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ they will be on the same side. അതെ, അവര് തമ്മിൽ നല്ലൊരു മത്സരം ഉണ്ടായിരുന്നു അസിസ്റ്റ് കൊടുക്കണേ. ഇനി ഇതിപ്പോ ഡയറക്റ്റ് പിച്ചില് നല്ല വേറെ മത്സരം വരും.
റോബർട്ട്സ് നല്ലൊരു ടാക്കിളും കൊടുക്കാനുള്ള സാധ്യത മെസ്സിനെ ട്രീറ്റ് ചെയ്ത പോലെ ട്രീറ്റ് ചെയ്താൽ മതി ആൻഫീൽഡിൽ വന്നപ്പോ. അതൊരു നല്ലൊരു വൈറൽ കണ്ടന്റ് ആവുമായിരുന്നത്. അല്ല ഗെയിമിനെ കുറിച്ച് പറ, എന്താണ് അവസ്ഥ? What is the lineup? We'll go with the lineup. I will go with the same lineup that we used against Aston Villa. I won't change it. On a team performance wise, I don't want to change it, but probably a hot take ആയിരിക്കാം. നമുക്ക് ടോപ്പ് 8ലേക്ക് എത്തിയാൽ മതി എങ്ങനെയാലും. It doesn't matter if it first or last. ടോപ്പ് 8ൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. ഈവൻ ടോപ്പ് 8ൽ ഇല്ലെങ്കിൽ തന്നെ we'll have 2 more matches extra. പക്ഷെ ആ ഒരു സാധനം കൺസിഡർ ചെയ്തിട്ട് we could actually rest people. കാരണം Gravenberch is not fully fit. McAllister is not fully fit. I don't agree with that. നമ്മൾ ഓൾറെഡി റെസ്റ്റ് ചെയ്തു. നമ്മൾ ഈ മാച്ചിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാരബോ കപ്പില് കുറെ പ്ലേയേഴ്സിനെ ഫസ്റ്റ് ടീമേഴ്സിനെ റെസ്റ്റ് ചെയ്യിച്ചതാണ്. നമുക്ക് റയൽ മാഡ്രിഡ് ആയിട്ടുള്ള മാച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഈ ചാമ്പ്യൻസ് ലീഗില് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള മാനേജേഴ്സ് അറിയാലോ, റോഡ്ജേഴ്സ് ഒക്കെ ഫസ്റ്റ് ടീമിലെ പ്ലേയേഴ്സിനെ ഒക്കെ റെസ്റ്റ് ചെയ്യിച്ചപ്പോഴുള്ള പ്രശ്നം. അങ്ങനെയല്ല, നമ്മൾ ഈ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ആ മാച്ച് എല്ലാ ഫസ്റ്റ് ടീം പ്ലേയേഴ്സിനും കളിക്കണം. അങ്ങനെയുള്ള മാച്ചാണ് അത്. ആരെയും റെസ്റ്റ് ചെയ്യിക്കാനൊന്നും പോടില്ല. നമ്മള് റൊട്ടേഷൻ ചിലപ്പോ അങ്ങനെ വന്നു എന്ന് വരാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ റോബർട്ട്സൺ കളിക്കാൻ ചാൻസ് ഇല്ല, കേർക്കസ് കളിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ രണ്ട് ചേഞ്ചസ് എന്തായാലും ടീമിൽ ഉണ്ടാവും. അതിന് ആരാ പുറത്ത് McAllister, Gravenberch will play, Szoboszlai will play, Wirtz will play. Because McAllister മറ്റേ മാച്ചും കളിച്ചു. നമ്മുടെ കപ്പും കളിച്ചിട്ടുണ്ട്. അപ്പൊ മിനിറ്റ്സ് മാനേജ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള റൊട്ടേഷനെ വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ പ്ലേയേഴ്സിനെ അങ്ങനെ പൂർണ്ണമായിട്ട് ഇതിനു വേണ്ടി റെസ്റ്റ് ചെയ്യിക്കുന്നുള്ളത്. മാഡ്രിഡിന്റെ മാച്ച് ആ മാച്ച് ജയിക്കുക എന്നുള്ളത് അതൊരു ഈ മറ്റേ വില്ല മാച്ച് ജയിച്ച പോലെയല്ല. അത് ഭയങ്കര കോൺഫിഡൻസ് ആണ് തരിക. അത് എന്തായാലും ജയിക്കും. അത് തോക്കാൻ പറ്റില്ല ആ മാച്ച്. അങ്ങനെയുള്ള മാച്ചാണ്. അതെന്തായാലും നമ്മുടെ ഹോം മാച്ചും കൂടിയാണ്. എന്തായാലും ഡെഫിനറ്റ്ലി വിൽ പ്ലേ സ്ട്രോങ് 11 ആൻഡ് വിൽ വിൻ. അതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതെ അതെ, ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മറ്റേ എനിവേ Ekitike, Isak, I don't think he's fit. So Ekitike will start. Chiesa won't start. Chiesa won't start. നമ്മള് ഏർലി സബ്സ് ഉണ്ടാവും. നോർമലി ലൈക്ക് 60-61 ആ സമയത്ത് മേ ബി സബ്സ് ഉണ്ടാവുമായിരിക്കും. ബട്ട് മോസ്റ്റ്ലി നമ്മൾ ഈ സെയിം ടീം തന്നെ ആയിരിക്കും ഫീൽഡ് ചെയ്യാൻ മോസ്റ്റ്ലി. How do you think the game will go? And the Real Madrid match, I think they've improved over the last 1 month. But ഭയങ്കര ഡ്രൈ ആയിരുന്നു. They were എന്താ പറയാ getting results. But ഇപ്പം they are getting players back. Bellingham is back. They're looking much more compact. Then they are scoring much better in the last few games. I think Vinny is not fully where he was supposed to be. Form wise, fitness alla. But how do you think the game will go? Ende oru expectation adem paraya, I think it's going to be very boring, low scoring, very possession based, very tiring. No, tiring alla, oru it won't be like Villa game or something where it won't be like fun. Alle എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തിരിച്ചാണ്. I would think it will be the opposite of it. Reason എന്താണെന്ന് വെച്ചാല് സാബി has been doing something. നേരത്തെ പറഞ്ഞ പോലെ തന്നെ earlier results മാത്രമേ ഉണ്ടായിരുന്ന, പെർഫോമൻസ് വൈസ് ഉണ്ടായിരുന്നില്ല. സോ ലാസ്റ്റ് 2-3 ഗെയിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they have been going with Mbappe up front, with Vinny, Guler, Arda Guler, Mastani, not the original names, Mastani, Jude. അതായത് ഒരു ഫ്രണ്ട് 5 തുറന്നു വിട്ടിട്ടുണ്ട് വിത്ത് ഓൺലി 1 person ഇൻ മിഡ്ഫീൽഡ്, Tchouameni ഇൻ മിഡ്ഫീൽഡ്. അത് മിക്കവാറും നമ്മളെ അടുത്ത് വരുമ്പോൾ അത്രക്കും ഉണ്ടാവില്ല. മസ്താനിക്ക് പകരം മേ ബി കമവിംഗ സ്റ്റാർട്സ് ആൻഡ് മേക്ക് 2 ഇൻ ദ മിഡ്ഫീൽഡ്. ബട്ട് ആ മിഡ്ഫീൽഡർ അവർ ലൈറ്റ് ആയാൽ there is a high chance that we can score. നമ്മുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റബിലിറ്റി വെച്ചിട്ട് there is a high chance that they can score as well.
രണ്ടുപേരും ക്ലീൻ ഷീറ്റ് വെക്കാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. സോ ദർ കുഡ് ബി എ 3-2-2-3 വേർഷൻ ഹൗവർ ഇറ്റ്സ് ഗോയിങ്. അപ്പം ആ ഒരു റേഞ്ചിലേക്ക് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ റൈറ്റ് ബാക്ക് വാൽവേർഡെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഫോർ ദ മിഡ്ഫീൽഡ് സ്റ്റെബിലിറ്റി ആസ് വെൽ ആസ് ഡിഫൻസീവ് സ്റ്റെബിലിറ്റി. ട്രെൻഡ് വന്നാലും ഹി ഓൾസോ വിൽ മൂവ്. അപ്പം അത് ഒഴിവാക്കാനാണ് ഹി ഈസ് ഡൂയിങ് ദാറ്റ്. എനിക്ക് തോന്നുന്നത് സിംഗിൾ മാൻ മിഡ്ഫീൽഡിൽ നിൽക്കും തോന്നുന്നില്ല. കാരണം നമ്മുടെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡാണ് നിൽക്കുന്നത്. ചോമേനി അത്രയ്ക്കും വലിയ ഫോമിലൊന്നും അല്ല. അവർക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്, അറ്റാക്കിംഗ് വൈസ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് അർഡ ഗുലർ ആണ്. സോ പിന്നെ നമുക്കറിയാം എംബാപ്പെ ഏത് തരത്തിലുള്ള ഫോമിലാണെന്ന് നമുക്ക് എന്തായാലും അറിയാം. സോ ഞാൻ ഒരിക്കലും ഇറ്റ് വോണ്ട് ബി എ ബോറിംഗ് ഗെയിം. ഡെഫിനറ്റ്ലി ദേ വിൽ ട്രൈ ടു കട്ട് ഓപ്പൺ അവർ ഡിഫൻസ് ആൻഡ് മിഡ്ഫീൽഡ്. സോ നമ്മൾ മാക്സിമം പ്രയോറിറ്റി കൊടുക്കുന്നത് സീനിയോറിറ്റിക്ക് ആയിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓബിൻ പറഞ്ഞു മസ്താൻറ്റോണോ ആയിരിക്കോ അതോ മറ്റേ അർഡ ഗുലർ ആയിരിക്കോ, റോഡ്രിഗോ പറയുന്ന പോലെ റോഡ്രിഗോ ഓപ്ഷൻ ആയിട്ട് അവിടെ ഉണ്ട്. സോ അവർക്ക് മാച്ച് വിന്നേഴ്സ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. സോ നമ്മൾ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആകെ പിന്നെ ഒരു നൈറ്റ് ഗെയിം അറ്റ് ആൻഫീൽഡ്. സോ അതും ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് ആണ്. നമ്മള് സ്ലോട്ടിന്റെ താഴെ റിയൽ മാഡ്രിഡിനെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സ്പെക്ടിങ് എ ബെറ്റർ പെർഫോമൻസ് അഗൈൻസ്റ്റ് അതായത് ആ ഒരു ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ there will be definitely chance for us to score actually. സോ നമ്മൾ എന്തായാലും തിരിച്ച് ട്രാൻസിഷനിൽ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. മേ ബി ഇപ്പൊ പറയുന്ന പോലെ കർക്കേഴ്സ് മൈറ്റ് ഡു വെൽ അഗെയിൻസ്റ്റ് മാഡ്രിഡ്, അങ്ങനെയും പറയാൻ പറ്റും. സോ ദേ പ്ലേ പ്രോപ്പർ അറ്റാക്കിംഗ് ഫുട്ബോൾ. സോ വി നീഡ് പ്ലേയേഴ്സ് വിത്ത് സം പേസ് ഓവർ ദെയർ. സോ അതും ആവശ്യമാണ്. മേ ബി വി ക്യാൻ ഗോ ഫോർ ദ ഓൾഡ് സ്കൂൾ തിങ് ലൈക്ക് ക്രോസ് ആൻഡ് ഹെഡേഴ്സ്, അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. വി നോ ഹൗ കർക്കസ് ക്യാൻ പ്രൊഡ്യൂസ് ദ ക്രോസസ്. സ്ലോട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ it is not a must win game for us and for them. I think both managers would go away at Anfield on avarku at night, so they will also be, because who else? Xavi also knows what playing in Anfield at night is. Appo my prediction is going to be 1-1 or 1-0 to either teams. I'm not sure. I think both teams will play very cagey, because ee group stage inde oru makeup up anganalle, like in the end you have to qualify, that's it. Appo adina oru because I think the game at the weekend Manchester City is much more important for us than this game, even though adana ende personally this is a criticism, for my personal criticism for this Champions League model is that in pudhiya model there are bigger games, but lots of bigger games, but games with less consequence. Liverpool are playing in weekend, I think PSG are playing Bayern. Fixture looks really big, but there is barely any consequence to the result, or nothing is there. You can just play. Okay, I'm going for 1-1. എന്റെ ഒരു പെർസ്പെക്റ്റീവ്, വേറൊരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമ്മൾ സ്ലോട്ട് ഇപ്പോ പ്രീമിയർ ലീഗില് ആ ലോങ് ബോൾസും അതൊക്കെയുള്ള അതാണ് പുള്ളി സോൾവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. പക്ഷെ ഇത് കംഫർട്ട് സ്പേസ് ആണ് സ്ലോട്ടിന്റെ. ബൈ അലോൺസോന്റെ പ്ലേയിങ് സ്റ്റൈല് ഇതിനു മുമ്പ് ലെവർകൂസനായിട്ട് വന്ന സമയത്തും അത് സ്ലോട്ട് അത് അനലൈസ് ചെയ്ത് അത് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ അത് പ്ലേ ചെയ്യണമെന്ന്. അപ്പൊ ഇത് കംഫർട്ട് സ്പേസ് ആണ് സ്ലോട്ടിന് ഇപ്പോ ശരിക്കും അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അലോൺസോന്റെ റയൽ ഇപ്പോ ആ പൊസിഷൻ ബേസ്ഡ് അവരുടെ അപ്രോച്ചും അതൊക്കെ അനലൈസ് ചെയ്ത് അത് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാന്നുള്ളതൊക്കെ അത് കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്ലോട്ടിന്റെ കംഫർട്ട് സ്പേസിൽ സ്ലോട്ട് അതിനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി സ്ലോട്ട് ജയിക്കാൻ തന്നെ ഉള്ള ഇതിൽ പോയി ജയിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. മാത്രമല്ല ആൻഫീൽഡിന്റെ അറ്റ്മോസ്ഫിയർ ഇപ്പോ ഈ കഴിഞ്ഞ മാച്ചിൽ തന്നെ കണ്ടു വില്ലക്കെതിരെ സ്ലോട്ടിന്റെ ഫുൾ ബാക്ക് ചെയ്യുന്ന രീതിയിൽ ആൻഫീൽഡിലെ ക്രൗഡ് മുഴുവനും സപ്പോർട്ട് ചെയ്തു തോന്നുന്നു. കാരണം ഈവൻ ജയിച്ച് നിൽക്കുമ്പോ പോലുമല്ല, 0-0 സ്കോറായി നിൽക്കുന്ന സമയത്ത് ഫുൾ സപ്പോർട്ട്, സ്ലോട്ടിന്റെ സോങ് പാടുക അതൊക്കെ വെച്ച് സ്ലോട്ടിനെ ശരിക്കും ബാക്ക് ചെയ്തു. അത് ആ കോൺഫിഡൻസും സ്ലോട്ട് എടുക്കും. ആ അപ്രോച്ച് ഒന്നും ചേഞ്ച് ഇല്ല. സ്ലോട്ട് കളിക്കുന്ന ജയിക്കാൻ വേണ്ടിയാണ്, ജയിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റിൽ സുദീപ് എത്രയാണ് സ്ലോട്ട് എന്ന് പറഞ്ഞു? ഇത് കമന്റ് ഇടുന്നവർക്ക് പ്രൈസ്. എന്റെ തലയിലെടുത്ത് തന്നെയാണ് സ്ലോട്ട്. ഗണേഷ് എന്താ പറയുന്നത്? Prediction maybe high scoring and 3-2 for us, hopefully. Robin? If you are able to contain
they are attacking actually. ഈ പെർഫോമൻസ് അതായത് there won't be any through balls or long balls. There will be attacks through the wings and the center. So hopefully, if we contain them, we can get away with the win. 3-2 is my prediction. Optimistic biased basically Liverpool fans are at the end of the day. Always we'll win in the hope of the game. So, but whoever is going to score the first goal probably will win by 2-1. Whoever starts, because the end side panicky is set at this moment. So whoever is going to score first, they probably will win by 2-1. That's how I see it. Okay, it's for the big week. Aston Villa. വേറെ മാച്ചസിനെ കുറിച്ച് ഐ ഡോണ്ട് തിങ്ക് ഇത്തവണ ഭയങ്കര ബോറിംഗ് ഗെയിംസ് ആ സത്യം പറഞ്ഞ. ഐ തിങ്ക് യു ഹാവ് ഏതാണ് PSG Bayern, Dortmund but I don't know. I think the group games are way too many. ഈ ഒരു ഫോർമാറ്റിൽ ഇത്രയും മാച്ചസ് in the end what you have to play extra 2 games. PSG last time കളിച്ചു കപ്പടിച്ചോണ്ട് പോയി. നമ്മൾ ആ ഒരു എന്തോ ഒരു കുഴപ്പം എന്റെ പേഴ്സണൽ വ്യൂ ആണ്. കാരണം അല്ലേ ടേബിൾ ടോപ്പർ ആയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഫോർമാറ്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. നല്ല രസമുള്ള ഫോർമാറ്റ്. 8-നകത്ത് വന്നാ മതി, ഫസ്റ്റ് 8-ൽ വന്നാ മതി. Anyway, big games 1:30 ആയി ടൈം ഫോർ ഇന്ത്യൻ വ്യൂവേഴ്സ് മാച്ച്. അപ്പൊ അവിടെ ഡേ ലൈറ്റ് സേവിംഗ് സ്റ്റാർട്ട് ആയി. അപ്പൊ ജോലിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. Anyway, I think we have covered everything. It's a very good episode, positive episodes. We told all the points and people have been commenting. We reached 250 subscribers, I think. Sudeep പറയുന്നുണ്ടായിരുന്നു, which is great. Sudeep, you can wrap it up for now. ഞാൻ കഴിഞ്ഞ മാച്ചിൽ ഭയങ്കര പോസിറ്റീവ് ഒരു നോട്ടോട് കൂടി കുറച്ചധികം പോസിറ്റീവാന്നൊക്കെ പലരും പറയും. പക്ഷെ ആ പോസിറ്റീവ് നോട്ടിന്റെ അത് കണ്ടില്ല. ആ രീതിയിൽ തന്നെ നമ്മൾ ആ മാച്ച് ജയിക്കുന്ന അവസ്ഥ ഉണ്ടായി. നമ്മൾ ക്ലീൻ ഷീറ്റ് വരെ വെച്ചിട്ട്. അപ്പോ ട്രെൻഡിന്റെ തിരിച്ചുവരവ് നമുക്ക് അത് ഒരു ഡിസ്കഷനായി. നമുക്ക് നോക്കാം ട്രെൻഡ് എന്ത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിലൊക്കെ ഉപരി നമ്മുടെ പ്ലേയേഴ്സിന്റെ ആ കോൺഫിഡൻസ് ലെവൽ, കഴിഞ്ഞ മാച്ച് 2-0 ക്ലീൻ ഷീറ്റിൽ ജയിച്ചതിന്റെയും ആ പാസിങ്ങും ആ പ്രസിംഗും ഒക്കെ വർക്കൗട്ട് ആയ, എല്ലാ പ്ലാനും വർക്കൗട്ട് ആയതിന്റെ ആ കോൺഫിഡൻസ് വെച്ചിട്ടാണ് അവര് അടുത്ത മാച്ചിലേക്ക് പോണത്. അതും റയൽ മാഡ്രിഡിന്റെ കഴിഞ്ഞ സീസണിൽ തോൽപ്പിച്ചതിന്റെ ആ കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് റിവെഞ്ച് ബാക്കിയുള്ളതാണ് റയൽ മാഡ്രിഡ് ആയിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ പറയുന്നത് റിവെഞ്ച് 4.0, 5.0, 6.0 എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ അതിൽ ഒരെണ്ണം നമ്മളായി, ഒരു റിവെഞ്ചേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ അടുത്ത റിവെഞ്ചിനുള്ളതാണ്. നമ്മളങ്ങനെ ആ കോൺഫിഡൻസിൽ മാച്ച് ജയിക്കും എന്നുള്ളത് ഇതിലാണ് കൂടെ. സ്ലോട്ട് ആ പ്ലാനിലും ഒക്കെ ആയിട്ട് സ്ലോട്ടിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. സ്ലോട്ടിന്റെ ടാക്ടിക്സും ഇതൊക്കെ ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ എന്തായാലും ഈ മാച്ച് നമ്മൾ ജയിക്കുന്നതോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമ്മളെ എങ്ങനെയാണ് ഈ മാച്ച് ജയിക്കുക. നമ്മുടെ പ്രഡിക്ഷൻസിനെ കുറിച്ച് പലരും പറഞ്ഞു കണ്ടു. പ്രഡിക്ഷൻസ് പറഞ്ഞു, നമ്മള് ലിവർപൂൾ ഫാൻസ് ആണ്. നമ്മൾ ഒബ്വിയസ്ലി ഒബിയും പറഞ്ഞു നമ്മൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രഡിക്ഷൻ ഒക്കെ ചെയ്യുക. ഫുള്ളൊരു ടാക്ടിക്സ് ബേസ് ചെയ്തല്ല. മാത്രമല്ല, നിങ്ങൾ ഞങ്ങളെ എന്തെങ്കിലും ടോപ്പിക്സ് ഇനി കവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ പറയാം. നമ്മളിപ്പോ റിയൽ മാച്ചിനെ കുറിച്ച് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമന്റ്സ് ആയിട്ട് പറയുക. അതുപോലെ ഞങ്ങളെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ്സ് ആയിട്ട് ഇടുക. നമ്മൾ എന്തായാലും ഈ മാച്ച് കഴിഞ്ഞിട്ടുള്ള റയൽ മാഡ്രിഡ് റിവ്യൂ, അതുപോലെ അടുത്ത സിറ്റി പ്രിവ്യൂവിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. വീണ്ടും നമുക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു 1:30 കിക്ക് ഓഫ് ചെയ്യുന്ന, ഇന്ത്യൻ ടൈമിൽ 1:30 കിക്ക് ഓഫ് ചെയ്യുന്ന ആ ഉറക്കം മുഴുവനും ഒഴിച്ചു നിർത്തി ഇടുന്ന മാച്ചിൽ നമുക്ക് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും അടുത്ത ഇനി നമ്മൾ കാണുമ്പോ നമ്മൾ ജയിച്ച കഥയെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും See you soon. Bye.